നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കും തന്റെ അനുയായികളും അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. പടച്ചവനെ കൊണ്ടുവരുന്ന രംഗമെങ്ങനാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. മുത്തുനബിയുടെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. റസൂലുള്ള പറഞ്ഞു കൊടുത്തു, സ്വഹാബാ 70,000 ചങ്ങലകളുണ്ടല്ലോ. 70,000 ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്തെ മലക്കുകൾ ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ടിങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് 70,000 ചങ്ങല നിസ്സാരമായിട്ട് തോന്നാം. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന ചങ്ങല വളരെ ചെറുതാണ്. എങ്കിലും മുത്തുനബി പറയുന്നു, മോനെ, ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ. ചങ്ങലയിൽ ഇങ്ങനെ ഓരോ കൊളുത്തുകളുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന കൊളുത്തിന്റെ വലിപ്പം എത്രയാണ്? അത് വളരെ ചെറുതാണല്ലോ. ഏറ്റവും കൂടുതൽ ആനയെ കെട്ടിയിടുന്ന ചങ്ങല പോകട്ടെ, അല്ലെങ്കിൽ ഷിപ്പിൽ പോകുമ്പോൾ കപ്പലുകൾ കെട്ടിയിടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ. അതിന്റെ വലിപ്പം പോലും എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. എങ്കിലും നാളെ പടച്ചുറപ്പിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിൽ ഒരു കൊളുത്തുണ്ടല്ലോ. അത് ഈ പ്രപഞ്ചത്തിനേക്കാളും വലുതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു കൊളുത്തുണ്ടല്ലോ. അത് ഈ പ്രപഞ്ചത്തിനേക്കാളും വലുതാണെങ്കിൽ ചിന്തിച്ചു നോക്ക് സഹോദരാ, ചിന്തിച്ചു നോക്ക് സഹോദരാ. 70,000 ചങ്ങലകൾ നരകത്തിന്റെ ഒരു ഭാഗത്തെ അവിടെ നിന്ന് ബന്ധിപ്പിക്കുകയാ. പടച്ചവനെ, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകൾ. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാണ്. ഇങ്ങനെയാ നരകത്തിന്റെ ഒരു ഭാഗത്ത് റബ്ബിന്റെ മുന്നിലേക്ക് തലതാഴ്ത്തി പിടിച്ച് കരഞ്ഞു വിളിച്ചുകൊണ്ട് റബ്ബിന്റെ മലക്കുകൾ മാലിക്കുന്ന മലക്കും തന്റെ അനുയായികളും അവിടെ നിങ്ങനെ കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. ആ രംഗം കാണുമ്പോ റബ്ബേ, നമ്മൾ പൊന്നെ കരളെ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ ഭക്ഷണം വാരിക്കൊടുത്ത് മടിയിലിരുത്തി താലോലിച്ച് എന്റെ മകനാണ്, എന്റെ മകളാണ് എന്ന് നാട്ടുകാരോട് സ്നേഹത്തോടു കൂടി പറഞ്ഞ നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ. ആ മക്കൾ അല്ലാഹുവോട് പറയുന്നു, നാഥാ, എന്റെ മാതാപിതാക്കളുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം മുഴുവനും എന്റെ മാതാപിതാക്കളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവരെ നരകത്തിലേക്ക് വലിച്ചെറിയല്ലാ, എനിക്ക് സ്വർഗം തരണേ എന്ന് നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് വെച്ച് പറയുമെന്ന് മുത്തുനബി പറയുമ്പോ